സുരേഷ് ഗോപി നാട് നീളെ കോമാളിത്തം കാണിച്ച് നടക്കുന്നത് ബി ജെ പിക്ക് അതൃപ്തിയുണ്ട്. ബി ജെ പി നേതൃത്വത്തിന് അതൃപ്തരാണ് ബി ജെ പി നേതൃത്വം. ദേശീയ നേതൃത്വം ഇപ്പോൾ ഇദ്ദേഹത്തിന് സിനിമയിൽ അഭിനയിക്കാൻ അനുമതിയൊക്കെ കൊടുത്തു. എങ്കിലും എന്താണ് ഈ പാർലമെൻറ്റ് സമ്മേളനമൊക്കെ നടക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഷൂട്ടൊന്നും അങ്ങനെ തുടങ്ങിയിട്ടില്ല. കാര്യമായ പുരോഗതിയില്ല. അദ്ദേഹം താടിയൊക്കെ വടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ കനിമൊഴി, തമിഴ്നാട്ടിൽ നിന്ന് DMKയുടെ പ്രതിനിധി ശ്രീമതി കനിമൊഴി പ്രസംഗിച്ച കാര്യം ഇതാണ്. BJP ഇതര ഗവൺമെൻറ്റുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ കേന്ദ്ര സർക്കാർ തഴയുന്നു. പലപ്പോഴും കാര്യമായ സഹായങ്ങൾ ലഭിക്കുന്നില്ല, അർഹമായ അംഗീകാരം നൽകുന്നില്ല, അർഹമായ സഹായം ലഭിക്കുന്നില്ല. വയനാടേക്ക് നോക്കൂ. വയനാട് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ നടന്ന് അവിടെ 450-ലധികം ആളുകൾ മരിക്കുകയും നിരവധി ആളുകൾക്ക് വീട് നഷ്ടപ്പെട്ടു, അതിജീവിക്കാനുള്ള സാഹചര്യം നഷ്ടപ്പെട്ടു. ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ട് പോലും ഇത്തരം ദുരന്ത മേഖലയിൽ ഒരു രൂപ പോലും കേന്ദ്രം അനുവദിക്കാത്തത് തെറ്റായിപ്പോയെന്ന് കനിമൊഴി പ്രസംഗിക്കുന്നു. അത് അയൽ സംസ്ഥാനത്തെ MP ആണെന്ന് നമ്മൾ ഓർക്കണം. അപ്പോഴാണ് സുരേഷ് ഗോപി അവിടെ നിന്ന് ഇങ്ങനെ ഒരു കോപ്രായം കാണിക്കുന്നത്. എന്തിനാണ് ഇതൊക്കെ പറയുന്നത്, എന്താണ് ഇത് വിളിച്ചു കൂവുന്നത് എന്ന തരത്തിൽ കനിമൊഴിയെ പരിഹസിക്കുന്നത്. അപ്പോൾ കനിമൊഴി തിരിച്ച് കണക്കിന് കൊടുക്കുന്നുണ്ട് സുരേഷ് ഗോപിക്ക്. ഞാൻ കേരളത്തിലെ MP അല്ല, ഞാൻ നിങ്ങളുടെ അയൽ സംസ്ഥാനത്തിലുള്ള MP ആണ്, ഞങ്ങളുടെ അയൽക്കാർക്കും ഇങ്ങനെ പ്രശ്നമുണ്ടെന്ന് പറയുകയാണ് ഞാനെന്ന് കനിമൊഴി തിരുത്തുകയും ചെയ്യുന്നു. ഈ വീഡിയോ ഇന്നലെ തന്നെ വൈറലായി. ആളുകളൊക്കെ അതിന് താഴെ വന്ന് കമൻറ്റ് ചെയ്യുന്നത് കണ്ടാൽ സത്യം പറഞ്ഞാൽ സുരേഷ് ഗോപിയോട് നമുക്ക് സഹതാപം തോന്നും. ഇത്രയേറെ ജനകീയ വിമർശനങ്ങൾ ഏറ്റിട്ടും ഇദ്ദേഹം നല്ലത് പറയുന്നില്ല, നല്ലത് പ്രവർത്തിക്കുന്നില്ല എന്ന ചിന്ത, ഒരു പൊതുബോധം സമൂഹത്തിൽ ഉണ്ടായിക്കഴിഞ്ഞു. തൃശ്ശൂരുകാർ ഒരു കുരങ്ങനെ അങ്ങോട്ട് അയച്ചു, കുരങ്ങൻ അവിടെ പോയി എന്തൊക്കെ കാണിക്കുന്നു എന്ന തരത്തിൽ വരെയുണ്ട് പരിഹാസങ്ങൾ. ഒരു കേന്ദ്രമന്ത്രിയാണ് ഇങ്ങനെ പരിഹാസ്യനാകുന്നത് എന്ന് ഓർമ്മ വേണം. അതുപോലെ തന്നെ നവീൻ ബാബുവിനെ കുറ്റവാളിയാക്കുന്ന തരത്തിൽ ഇദ്ദേഹം നൽകിയ മറുപടി, കേരളത്തിൽ നിന്നുള്ള MP ചോദ്യത്തിന് സുരേഷ് ഗോപി നൽകിയ മറുപടി, ഒരു ഉദ്യോഗസ്ഥനെ കുറിച്ച് നിരവധി പരാതികൾ കേന്ദ്ര സർക്കാരിന് ലഭിച്ചിട്ടുണ്ട്, അത് ആ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കേണ്ടത് കേരളമാണ്, സ്റ്റേറ്റാണ്, അതുകൊണ്ട് അങ്ങോട്ട് ആ പരാതികൾ അയച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ ഉദ്യോഗസ്ഥനെ ഏതാണ് എന്ന് പറയാത്തിടത്തോളം കാലം അത് നവീൻ ബാബുവിനെതിരെയുള്ള പരാതിയായി വ്യാഖ്യാനിക്കപ്പെടുന്നു. അങ്ങനെ നവീൻ ബാബുവിനെ കുറ്റവാളിയാക്കി ചിത്രീകരിക്കുന്നതിന് സുരേഷ് ഗോപി കേന്ദ്രത്തിൽ പോയിട്ട് പെരുമാറിയിട്ടുണ്ട്. പാർലമെൻറ്റിൽ ഉത്തരം കൊടുത്തപ്പോൾ എഴുതി തയ്യാറാക്കുന്ന ഉത്തരമാണ്, പറയുന്നതല്ല. അതുകൊണ്ടാണ് ആ സൗണ്ട് ബൈറ്റ് ഒന്നും നമുക്ക് കേൾക്കാൻ കഴിയാതെ പോയത്. അദ്ദേഹം എഴുതി തയ്യാറാക്കിയ ചോദ്യത്തിന് എഴുതി കൊടുത്ത മറുപടിയാണ്, മേശപ്പുറത്ത് വെച്ച മറുപടിയിലാണ് ആ പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉയർന്നു വരുന്നത്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ പാർട്ടി വിരുദ്ധമായ നിലപാടുകൾ എടുക്കുക. മുകേഷിൻ്റെ കാര്യം അറിയാമല്ലോ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന മുകേഷിനെ മുൻകൂർ ജാമ്യമൊക്കെ അനുവദിച്ചപ്പോൾ BJP വളരെ പ്രതിഷേധമായിരുന്നു. സർക്കാർ അപ്പീൽ പോകാത്തതിലൊക്കെ BJP വലിയ പ്രതിഷേധം ഉയർത്തുമ്പോൾ പറഞ്ഞെന്താണ്, അത് കോടതി കാര്യം എന്ന് പറഞ്ഞു ഈ ആ വിഷയത്തിൽ നിന്ന് തലയൂരിപ്പോയി. അങ്ങനെ സുരേഷ് ഗോപിയുടെ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തികളൊക്കെ തന്നെ കേരളത്തിന് വിരുദ്ധവും അതുപോലെ തന്നെ പാർട്ടിക്ക് വിരുദ്ധവുമായി കണക്കാക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഇന്നലെ പാർലമെൻറ്റിൽ കനിമൊഴി കണക്കിന് തിരിച്ചു കൊടുത്തു. ഈ കോപ്രായം കാണിക്കാൻ എന്തെങ്കിലും ആവശ്യമുണ്ടോ? നമ്മുടെ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് ആകുന്നതിന് മുമ്പ് രാഹുൽ ഗാന്ധി സ്മൃതി ഇറാനിയെ കൈവീശി കാണിക്കുകയോ ചെയ്തപ്പോഴാണ് പറഞ്ഞ ഫ്ലൈയിങ് കിസ് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് വിവാദമുണ്ടാക്കിയ ആളുകളാണ് ഈ BJP നേതാക്കൾ. എന്നിട്ട് ഇന്നലെ പരസ്യമായി കളിയാക്കുകയാണ് ഒരു MP യെ, കോപ്രായം കാണിച്ച് കളിയാക്കുന്നു. വേറൊരു സ്റ്റേറ്റിലെ DMKയുടെ MP യെ സഹമന്ത്രിയായിരിക്കുന്ന യൂണിയൻ മിനിസ്റ്റർ ആയിരിക്കുന്ന സുരേഷ് ഗോപി കളിയാക്കുകയാണ്. BJPയുടെ സംസ്കാരം അതാകാം, പക്ഷേ കണക്കിന് തിരിച്ചു കൊടുക്കാൻ കനിമൊഴിക്ക് കഴിഞ്ഞു. ഇനിയെങ്കിലും സുരേഷ് ഗോപി മനസ്സിലാക്കണം, ജനവികാരം മനസ്സിലാക്കണം. നിങ്ങളെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച തൃശ്ശൂരിലുള്ള വോട്ടർമാരെ മനസ്സിലാക്കണം, അവരുടെ വികാരം മനസ്സിലാക്കണം. അവർക്കാകെ നാണക്കേടാണ്. നിങ്ങൾ എവിടെയെങ്കിലും വന്ന് എന്തെങ്കിലും സാമൂഹ്യ സേവനം നടത്തുക, അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്തിട്ട് ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുക, അതുപോലെ അല്ല കാര്യങ്ങൾ. ജനങ്ങളുടെ ഹിതം തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ അടിപതറി വീഴുമെന്ന കാര്യത്തിൽ തർക്കമില്ല.